ഒലിവ. എന്താണ് ഒലിവ് മരത്തിൻ്റെ പ്രത്യേകതകൾ? ഒരു നിത്യഹരിത വൃക്ഷമാണ് ഒലിവ. ഒലിയ യൂറോപ്യ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. യൂറോപ്പിൽ നിന്നുള്ള ഒലിവ് എന്നാണ് അതിനർത്ഥം. ഇത് പ്രധാനമായും യൂറോപ്പ്, ചൈന, പെനിൻസുല, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്നു. സാവധാനം വളരുന്ന ഒരു മരമാണ് ഒലിവ. ഏകദേശം 3 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ ഈ മരം വളരുന്നു. ഇതിൻ്റെ ഇല വളരെ കട്ടിയുള്ളതും പൂക്കൾ വളരെ ചെറുതുമാണ്. നിരവധി ഗുണങ്ങളും ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല, ശരീരത്തിലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഒക്കെ ഒലിവ് ഓയിലിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔഷധ ഗുണങ്ങളിൽ പേരുകേട്ട ഒന്നാണ് ഒലിവ് ഓയിൽ. സമാധാനത്തിൻ്റെ ചിഹ്നമായി ഒലിവിലയെ കാണുന്നു. നിരവധി പ്രസക്തിയോടെയാണ് ഒലിവ് മരത്തെ വേദപുസ്തകം വിഭാവനം ചെയ്തിട്ടുള്ളത്. ആലയത്തിലെ ഒലിവ്. ആലയത്തിൻ്റെ അന്തർഭാഗത്തിൻ്റെ കതക് ഒലിവ് കൊണ്ടുള്ളതായിരുന്നു. ആലയത്തിലെ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിനായി ഇടിച്ച് തെളിച്ചെടുത്ത ഒലിവെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആലയത്തിലെ അകത്തെ പെട്ടകത്തിൻ്റെ മുകളിലെ 2 കെരൂബുകൾ ഒലിവ് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആലയത്തിലെ ഒലിവ് മരം എന്നത് ആലയത്തിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒലിവ് മരത്തെ കണ്ടുകൊണ്ടാണ് ബൈബിളിൽ ലേഖകൻ പറയുന്നത്. മറ്റു സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒലിവ് മരത്തേക്കാൾ ആലയത്തിനടുത്തുള്ള ഒലിവ് വൃക്ഷം വളരെ മനോഹരമായി തഴച്ചു വളരുന്നതായും ലേഖകൻ പറയുന്നു. ഒലിവ് നീതിമാന്റെ പ്രതീകമായാണ് വിവരിക്കുന്നത്. 2 തരം ഒലിവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു: കാട്ടൊലിവ്, നാട്ടൊലിവ്. ഇവിടെ ജാതികളെ കാട്ടൊലിവ് എന്ന് വേദഭാഗത്തിൽ പറയുന്നു. നീതിമാന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. കാട്ടൊലിവ് ജാതികളെ കാണിക്കുമ്പോൾ ആലയത്തിലെ ഒലിവ് നീതിമാനെ കാണിക്കുന്നു. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ഭൂമിയിൽ വെള്ളം ഇറങ്ങി എന്ന സന്ദേശവുമായി പ്രാവ് കൊണ്ടുവന്നത് ഒലിവിൻ്റെ ഇലയാണ്. ആലയത്തിലെ ഒലിവ് തഴച്ചിരിക്കുവാൻ കാരണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ ആകർഷകമായ ഒരു വളർച്ചയുണ്ടാകൂ. മറ്റു വൃക്ഷങ്ങൾ രാജാവാകുവാൻ ക്ഷണിച്ചിട്ടും തൻ്റെ പുഷ്ടി ഉപേക്ഷിച്ചു പോകുവാൻ തയ്യാറാകാത്ത ഒലിവ് വൃക്ഷത്തെ പോലെ നമുക്കും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ട് പുഷ്ടിയുള്ള ഒലിവ് വൃക്ഷത്തെ പോലെ ആയിത്തീരാം.